സി ജോസഫ് വിജയനും ഞാൻ. ജോസഫ് വിജയ്, നിങ്ങളത് തമാശയ്ക്കാണ് വിജയ് അങ്ങനെ ജോസഫ് വിജയ് എന്ന് പറഞ്ഞെന്ന് വിചാരിച്ചോ? അദ്ദേഹത്തിന് വേണമെങ്കിൽ വിജയ് എന്ന ഞാൻ എന്നൊക്കെ വെച്ചാൽ പറഞ്ഞു വയ്ക്കാം, സിംപിളി. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് വേണമെങ്കിൽ ജോസഫ് വിജയ് എന്ന് തന്നെ പരിപൂർണമായിട്ട് പറഞ്ഞേണ്ടി വരും. പക്ഷേ ഈ ചെങ്ങാതി ജോസഫ് വിജയ് എന്ന ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ പ്രസംഗം തുടരുകയല്ല ചെയ്തത്. ആ പ്രസംഗം ഒന്ന് നിർത്തി. കണ്ടോക്കൂ, നിങ്ങളിത് കാണണം. സി ജോസഫ് വിജയനും ഞാൻ. വല്ലാത്തൊരു ഗൂസ് ബംസ് ഉള്ള സാധനമാണ് നാന്. സി ജോസഫ് വിജയ് എന്ന ഞാൻ എന്നത് നിങ്ങൾ ആർക്കുള്ള വർത്താനാന്നാണ് വിചാരിച്ചേ? എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത് സംഘികൾക്കുള്ളൊരു മറുപടിയാണ്. സത്യത്തും പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് എന്ന് മാത്രമായിരുന്നു നമുക്ക് എല്ലാവർക്കും ഈ ഒരു മനുഷ്യനെ അറിയുന്നത്. വിജയിൻ്റെ സിനിമ വരുന്നു, വിജയിൻ്റെ സിനിമ വരുന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. വിജയുടെ സിനിമ വരുന്നു, വാ, അത് പോവാ, നെരിപ്പായിട്ട് ആടുക, പാടുക, മാസ് കാണുക, സന്തോഷം തിരിച്ചു വരിക. അതിനപ്പുറത്തേക്ക് ഒന്നും ഏറെക്കാലം വിജയുടെ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. പതുക്കെ ഈ ചെങ്ങാതി രാഷ്ട്രീയം കൊണ്ടുവരാൻ തുടങ്ങി. ഇദ്ദേഹം കർഷകരെ പ്രശ്നങ്ങൾ സിനിമയാക്കാൻ തുടങ്ങി. നമ്മുടെ നികുതി കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സിനിമ എടുക്കാൻ തുടങ്ങി. ഇതൊക്കെ വലിയ പ്രശ്നമുണ്ടാക്കി കേന്ദ്ര ഗവൺമെൻറ്, BJP-ക്കാർക്ക്, സംഘികൾക്ക്. സ്വാഭാവികമായിട്ടും സംഘികളെല്ലാവരും കൂടിയിട്ട് വിജയിൻ്റെ പിന്നാലെ പോവും. അതിനിടയ്ക്കാണ് വിജയ് ഒരു ഇലക്ഷൻ സമയത്ത് സൈക്കിള് ചവിട്ടിപ്പോയേ. ആ സൈക്കിള് ചവിട്ടിപ്പോകുന്ന ആ സമയത്ത് പെട്രോളിൻ്റെ വിലക്ക് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ അതൊരു ഇന്റേണൽ ആയിട്ടുള്ളൊരു ഫൈറ്റാണ് BJP-യുമായിട്ട് എന്ന് BJP സർക്കാർ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് വിജയുടെ വീട്ടിൽ ഒരു റെയ്ഡ് നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് വല്ല ഓർമ്മ ചിലപ്പോൾ ഉണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓർമ്മ ഉണ്ടെങ്കിൽ, ഓർമ്മയല്ലേ, ചിലപ്പോൾ ഒക്കെ പോവാം. എന്തായാലും അന്നാണ് ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലടക്കമുള്ള ചില ആളുകൾ വിജയിനെ നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ജോസഫ് വിജയ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ പല ആളുകളെയും അവരെ ജാതി മതമൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതും ഈ BJP-ക്കാരാണ്. മമ്മൂട്ടിയെ മമ്മൂട്ടി എന്നല്ല പറയുക, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് കുട്ടി സംതിങ് ലൈക്കാണ്. അവർ മുഹമ്മദ് കുട്ടി എന്നാണ് പറയുക, അവർ മമ്മൂട്ടി എന്ന് പറയില്ല, മുഹമ്മദ് കുട്ടി എന്ന് തന്നെ പറയും. അതൊരു പ്രത്യേക തരം രീതിയാണ്. പിന്നെ കമൽ എന്ന് പറയുന്ന സംവിധായകനുണ്ട്, അദ്ദേഹം മുസ്ലിമാണത്രേ. ഈ അടുത്ത കാലത്താണ് BJP-ക്കാർ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. അതൊരു ജനഗണമന കേട്ട് കഴിഞ്ഞ് നീച്ചെടുക്കണം എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ഫൈറ്റിൻ്റെ പുറത്താണ് കമലും ഇവർക്ക് എന്ത് കമലായത്, ഒരു മുസ്ലിമായിട്ടുള്ള കമലായത്. അങ്ങനെ വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ ഹിന്ദുക്കൾ ആക്രമിക്കുകയാണ് എന്ന രീതിയിൽ വിജയിൻ്റെ ജാതി മതം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ശ്രമിച്ചത്. ജോസഫ് വിജയ്, ഓനൊരു ക്രിസ്ത്യനാ എന്ന് പറയുന്ന പേര്, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എത്ര കാലമായി ഞാനൊക്കെ ആ ചെങ്ങാതിരി സിനിമ കാണാൻ തുടങ്ങിയിട്ട് ഈ അടുത്ത കാലത്താണ് ഈ സംഘികൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പേര് മനസ്സിലായത്. അത് വിജയ് എന്ന് പറയുന്ന മനുഷ്യനറിയാം. അതുകൊണ്ടാണ് ആ ചെങ്ങാതി സി ജോസഫ് വിജയനും ഞാൻ. എന്തല്ലേ സിനിമ തോറ്റു. സി ജോസഫ് വിജയനും ഞാൻ. സിനിമ തോറ്റു പോകുന്ന സാധനമാണ്, സിനിമ തോറ്റുപോകും. അമ്മ അതിൽ വർക്ക് എന്നൊക്കെ പറയാം. ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വിഷയമായിരിക്കും. നമ്മളെ VD സതീശനോട് വളരെയധികം സ്നേഹമുള്ള സ്മൃതി പരുത്തിക്കാട് പറയുന്ന കേൾക്കാം. എന്ന പേര്, ആ പേരിൽ തന്നെ ആ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നമുക്കൊക്കെ ഒരു രോമാഞ്ചം തോന്നുന്നുണ്ടല്ലോ. ജോസഫ് വിജയ് എന്ന പേര് രാഷ്ട്രീയമായി തന്നെ നമ്മളെ സന്തോഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ജോസഫ് വിജയ് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് BJP ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തെ അടുപ്പിക്കാൻ ശ്രമിക്കുന്ന BJP അന്ന് അങ്ങനെ ആയിരുന്നില്ല ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ന്യൂനപക്ഷമായ വിജയെ അത് വെറും വിജയ് അല്ല, ജോസഫ് വിജയ് എന്ന് എടുത്തു പറയുന്നത് നമ്മൾ കണ്ടാണ്. അപ്പോൾ ആ നിലയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് BJPക്ക് മറുപടിയാകുന്നു എന്നുള്ളതാണ്. അതങ്ങനെ ഒരു കാര്യം നിൽക്കുന്നു. അപ്പോൾ കണ്ടില്ലേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു BJPക്കുള്ള മറുപടിയാണ്, BJPക്ക് കൂടിയുള്ള ഒരു മറുപടിയാണ്. കാരണം വിജയനെ ഒരു
മതത്തിൻ്റെ മേലെങ്കിൽ ആദ്യമായിട്ട് അണിഞ്ഞു കൊടുത്തത് അവരാണ്. അപ്പോൾ അവർക്കുള്ള മറുപടി വിജയ് ഇങ്ങനെ ഒട്ടുമേ മറക്കാതെ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ടാകുമെന്ന് വിചാരത്തോടെ ഞാൻ അവസാനിപ്പിക്കട്ടെ. ബൈ.